ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈസ്റ്ററൊക്കെ ആയി. അപ്പോൾ നമുക്കൊരു ഈസ്റ്റർ സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിയാലോ? അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം നമുക്ക് ഈസ്റ്ററിന് ഒരു അടിപൊളി ഡെസേർട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈസ്റ്റർ സ്പെഷ്യൽ ഡെസേർട്ട്. അപ്പോൾ ഒരു ഇറ്റാലിയൻ ഡെസേർട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഭയങ്കര വൈറലായ ഇറ്റാലിയൻ ട്രിമസും ആണ്. ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കുറേ ഇൻസ്റ്റാഗ്രാം വീഡിയോസും റീൽസൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ യു കെ മല്ലു കപ്പിളിലെ ദീപു ചേട്ടൻ്റെ ഒരു കട്ട ഫാനാണ്. ഞാൻ ആളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. അപ്പോൾ ആളുടെ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അന്നേ ആള് ദീപു ചേട്ടൻ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കമൻറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാനത് എന്തായാലും ട്രൈ ചെയ്യുന്നു. അപ്പം എനിക്കിപ്പോഴാണ് ടൈം കിട്ടിയത്. അപ്പോൾ ഈസ്റ്ററിന് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ദീപു ചേട്ടൻ്റെ റെസിപ്പിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകണേ. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. ചീസ് എടുത്തിട്ടുണ്ട്, ഇറ്റാലിയൻ ചീസ്, മാസ്കർപോണ്ട് ഇറ്റാലിയൻ ചീസ്, പിന്നെ ഡബിൾ തിക്ക് ക്രീം എടുത്തിട്ടുണ്ട് ഞാൻ, പിന്നെ കൊക്കോ പൗഡർ, പിന്നെ നെസ്കഫേറെ കോഫി പൗഡർ, വാനില എസൻസ്, പിന്നെ റമ്മ്, അതുപോലെ ഷുഗർ, പിന്നെ ഇത് എഗ് യോക്ക്, 4 എഗ് യോക്ക് മാത്രം എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് ട്രഡീഷണൽ സ്പോഞ്ച് ഫിംഗേഴ്സ്, ഇത് ഈ ഡെസേർട്ട് ഉണ്ടാക്കാനായിട്ടുള്ള സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ ഇതൊരു കോഫി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഇറ്റാലിയൻ ഡെസേർട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ നെസ്കഫെ എടുക്കുക. കോഫി പൗഡർ 2 ടേബിൾ സ്പൂണ് ഒരു ബൗളിലേക്ക് നമുക്കിടാം. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ കോഫി പൗഡറാണ് ഇട്ടത്. ഇതിലേക്ക് 1.5 ഗ്ലാസ് ഹോട്ട് വാട്ടർ നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഇത് എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ കോഫിയുടെ തരികളൊന്നും വരാൻ പാടില്ല. എന്നിട്ട് നന്നായി ഇത് മിക്സ് ചെയ്യുക. തരികൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അരിച്ചെടുക്കുക. നന്നായി ഇത് മിക്സ് ചെയ്താൽ ഇതിലേക്ക് നമുക്ക് 3 ടീസ്പൂൺ റമ്മാണ് ചേർക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ റമ്മ് മാത്രമേ ചേർക്കണുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഞാനിവിടെ 2 ടീസ്പൂൺ റമ്മ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബൗൾ എടുക്കുക. പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 4 എഗ് യോക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ എഗ് യോക്കിക്ക് 100 ഗ്രാം ഷുഗർ നമ്മൾ ആഡ് ചെയ്യണം. ഷുഗർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നമ്മളിവിടെ 100 ഗ്രാം ഷുഗറാണ് ഇതിലേക്ക് ആഡ് ചെയ്യണേ. ഇനി ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായി ഇത് ഈ ഷുഗർ ഇതിലേക്ക് അബ്സോർബ് ആവുന്ന രീതിയിൽ നന്നായി ഇളക്കി കൊടുക്കണം. അത് നമുക്ക് ചെയ്യാം. ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ഈ മിക്സ് വെക്കുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു 5-6 മിനിറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഷുഗർ ഇതിലേക്ക് അബ്സോർബ് ആവണം. അപ്പോൾ ഡിസോൾവ് ആവുന്ന വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് ഇരിക്കുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ എഗ്ഗ് നമ്മൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഷുഗർ നന്നായി ഇതിലേക്ക് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിൽ വേണം നമ്മൾ എടുക്കണമെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മസ്കപ്പോൺ ചീസ്, ഇറ്റാലിയൻ ചീസ് എടുക്കുക. ഒരു ബൗളിലേക്ക് ഇത് ഇടുക. ഇനി ഇതിലേക്ക് 100 ഗ്രാം ഷുഗർ ആഡ് ചെയ്യാം. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഷുഗർ നന്നായി ഈ ക്രീമിലേക്ക് നന്നായി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മിക്സിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച എഗ് യോക്കിൻ്റെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാം.
അപ്പോൾ ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ ഡബിൾ തിക്ക് ക്രീം ആഡ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ചേർക്കാം. ഈ മിക്സ് നമുക്ക് ഈ ബൗളിലേക്ക് ആഡ് ചെയ്യാം. മിക്സിലോട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ മെയിൻ ഐറ്റം ട്രഡീഷണൽ സ്പോഞ്ച് ഫിംഗേഴ്സ്. അപ്പോൾ ഇത് ഡിപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൂടുതൽ വെറ്റാക്കാൻ പാടില്ല, പൊട്ടിപ്പോവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെറ്റാക്കുക, ഇതിനകത്ത് വയ്ക്കുക, ജസ്റ്റ് ഡിപ്പ് ചെയ്യുക, വയ്ക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി സ്പോഞ്ച് ഫിംഗേഴ്സ് കോഫിയിൽ ഡിപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ ഇതിൻ്റെ മേലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ക്രീം നമുക്ക് സ്പ്രെഡ് ചെയ്യാം. നല്ല കോഫിയുടെ സ്മെൽ ഇപ്പോൾ തന്നെ അടിക്കുന്നുണ്ട്. അപ്പോൾ കോഫി ലവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടായിരിക്കും ഇത്. അങ്ങനെ നമ്മൾ സെക്കൻഡ് ലെയറും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ബാക്കിയുള്ള ക്രീം നമുക്ക് ആഡ് ചെയ്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ക്രീമൊക്കെ എല്ലാം 2 ലെയറാണ് വെച്ചത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ക്രീമൊക്കെ നമ്മൾ തേച്ച് കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാനൊരു കുറച്ച് ബാക്കി വന്നപ്പോൾ വേറൊരു ഇതിൽ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഇത് ഇന്ന് ഫ്രീസറിൽ വെക്കാം. ഞാൻ ഒരു ദിവസം മൊത്തം വെച്ചിട്ട് നമുക്ക് നാളെ എടുക്കാം. അതിന് ശേഷം നാളെ ഇതിൻ്റെ മേലേക്ക് കൊക്കോ പൗഡർ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നാളെ നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ നമ്മുടെ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ ഒരു 8-10 മണിക്കൂർ നമ്മൾ വെച്ചു. അതിന് ശേഷം എടുത്തു. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ജസ്റ്റ് ഒന്ന് മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈസ്റ്റർ സ്പെഷ്യൽ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ബീഫ് കട്ട്ലേറ്റ്. അപ്പോൾ നമുക്ക് ഈ ഡെസേർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇങ്ങനെ കണ്ട ലെയേഴ്സായിട്ട് ഇങ്ങനെ കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പ്ലേറ്റിലേക്ക് സ്ട്രോബെറി വെച്ചൊന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അടിപൊളി ടേസ്റ്റാണ്. ശരിക്കും കോഫിയുടെ ഫ്ലേവർ കറക്റ്റിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ കോഫി ലവേഴ്സിനൊക്കെ തീർച്ചയായിട്ടും എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഈസ്റ്ററിന് വീട്ടിൽ വന്നത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ താങ്ക് യു ദീപു ചേട്ടാ, ദിസ് വണ്ടർഫുൾ ഡെസേർട്ട് റെസിപ്പി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാതിരിക്കും. ബൈ ബൈ.